ഹായ്. ഇന്ന് പല്ലുവേദന ആയതുകൊണ്ട് ഞാൻ ലീവ് അങ്ങ് എടുത്തു. ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ ഈ കാണുന്ന ലൈബ്രറി ഒന്നങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. നിറച്ചും പൊടി പിടിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് തുടയ്ക്കണം. കട്ടിൽ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടെ ഒന്ന് മാറ്റി തുടച്ച് അറേഞ്ച് ചെയ്യാണ്. വലിയ ടാസ്ക്കാണ് ഈ ബുക്ക് മുഴുവനും മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. മലയാളം വേറെ, പരിഭാഷപ്പെടുത്തിയത് വേറെ, അങ്ങനെ കുറേ പണിയുണ്ട്. ബുക്കൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഇതൊക്കെ എന്താ കാണാം, പൊടി നിറച്ച് പൊടിയാണ്. ഇതൊക്കെ ഇനി തുടക്കലൊരു വലിയ ടാസ്ക്കാണ്. അങ്ങനെ തുടച്ചു. പിന്നെ തിരിച്ച് വെക്കലും അതും വലിയൊരു ടാസ്ക് തന്നെ. പുസ്തകങ്ങൾ ഓരോന്നോരോന്നായി അടുക്കി വെച്ച് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബിജുവേട്ടൻ്റെ കുറേ കളക്ഷൻസാണ് ഈ മഷികൾ. പലതരത്തിലുള്ള മഷിക്കുപ്പികൾ ഇവിടെ കാണാം. നമുക്ക് പരിചയമുള്ളൊരു മഷി ഇതിനകത്തുണ്ട്. നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന ബ്രിൽ. ഇത് ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ്. അതേപോലെ കുറേ എന്തൊക്കെയോ പേരൊക്കെയുള്ള കുറേ കളക്ഷൻസാണ്. പിന്നെ എൻ്റെ ഇതിന് വന്ന് കളർഫുള്ളാക്കാനൊരു ഫ്ലവർ വേസ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ട്രോഫി. ഇതൊക്കെയാണ് എൻ്റെ ബുക്സ്. അത്രയേകം 9mm വെറൈറ്റി. ഈ ഗാന്ധിജീനെ വെടിവെച്ച് കൊന്ന തോക്കിൻ്റെ പേരാണ് 9mm വെറൈറ്റ എന്ന് പറയുന്നത്. പിന്നെ ഇത് കുറച്ച് ബുക്സ്. വിമീഷ് മണിയൂർ എന്ന് പറയുന്ന പ്രശസ്ത എഴുത്തുകാരൻ നമ്മുടെ കോളേജിലെ, നമ്മുടെ സെയിം ഡിപ്പാർട്ട്മെൻറ്റിലെ സാറ് തന്നെയാണ്. സാറിൻ്റെ കുറച്ച് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറേ ബുക്സ്. ഇതൊക്കെ ഈ കൊളുത്തൊക്കെ കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ നല്ല രചനകളാണ്. പിന്നെയും കുറേ ബുക്സ് കയ്യിലുണ്ട്. മൈ സ്റ്റോറി, അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി, പിന്നെ യുവാൽ നോഹ ഹരാരിയുടെ സാപ്പിയൻസ്, അങ്ങനെ കുറേ ബുക്സ്. ഡോൺ. പിന്നെ ഇക്കിക്കായുടെ 2 വോളിയം കയ്യിലുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും പരിചിതമുള്ള ടോട്ടോ ചാൻ. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നു ആൻ ഫ്രാങ്കിൻ്റെ ഡയറി, ഹെലൻ കെല്ലർ, ചാവേർ. പിന്നെ മലബാർ മാനിലും കയ്യിലുണ്ട്. പിന്നെ പഞ്ചതന്ത്രം കഥകൾ. ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് കളക്ഷൻസ്.